ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ഹലോ 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 കേക്കുന്നില്ലേ? ഹലോ 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 ഇവിടെ ഹലോ പറയുന്നില്ല. ഇവിടെ ഹലോ പറയുന്നില്ലേ? ഒരു ഹലോ മതിയെന്ന്. ചേട്ടൻ കൊറേ നേരം വല്ല മയക്കി പിടിച്ചോണ്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ച് നീങ്ങി ഇരുന്നു. നീ പുറത്തോട്ടേക്ക് പോയി പറഞ്ഞ പിന്നെ ഹലോ 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 ആ പിന്നെ നമസ്കാരം. എന്റെ ഒരേ ഒരു മകൾ, എന്റെ മകളുടെ ഹൽദി കല്യാണാണ്. ഭയങ്കര സെറ്റപ്പ് കല്യാണാണ്. അപ്പൊ പരിപാടി ഗംഭീരമാക്കണം. ജനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഫുഡ് വിളമ്പി തുടങ്ങി. ഫുഡ് ഞങ്ങൾക്ക് പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് മതി. പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് ഉള്ളൂ. അല്ല നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ കാര്യം ഉണ്ടായിരുന്നോ? ഒരു ചുണ്ണാമ്പിന് വീണ പുള്ളി. ആ പുള്ളിനാണ് ഞാൻ പരിപാടി ഏൽപ്പിച്ചത്. രാജേട്ടൻ വന്നിട്ടുണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ, വന്നാട്ടെ. എന്താ പഴംപൊരിയാണോ ഇത്? ഹൽദി കല്യാണല്ലോ, ഫുള്ളൊരു മഞ്ഞമയം ആയിക്കോട്ടെ. സംഭവിച്ചു. പക്ഷെ എനിക്ക് ഒരു നീരസമുണ്ട്. നീർദോഷം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. നീർദോഷമല്ല, ഒരു നീരസമുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം പെട്ടെന്ന് ഞങ്ങളെ അറേഞ്ച് ചെയ്ത് ഇന്ന് ഞങ്ങൾക്ക് ഡേറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഇവിടെ വരാൻ പറ്റി. ഒരു മണിക്കൂറിന് മുന്നേക്കാണ്. അല്ല, നിങ്ങളുടെ ഗാനമേടല ആവശ്യമില്ലായിരുന്നു ശരിക്കും. പിന്നെന്തിനാണ് ഞങ്ങളെ വിളിച്ചത്? വേറൊന്നുമില്ല, ഫുഡ് വെച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് അല്പം മോശമായി പോയി. അതിന് അപ്പൊ ഫുഡിലേക്ക് ശ്രദ്ധ പോകരുത്. അതുകൊണ്ടാണ് നിങ്ങൾ മാട്ടഗാനങ്ങൾ ബുക്ക് ചെയ്തത്. ഫുഡിലേക്ക് ശ്രദ്ധ പോകരുത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, പാടിക്കൊണ്ടേയിരിക്കണം. ഫുഡ് മോശമാണല്ലോ. നിങ്ങളുടെ പാട്ട് മനസ്സിലായല്ലോ. മടി, ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ. നിങ്ങൾ തകർക്കണേ. ഡ്രസ് കോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം മഞ്ഞ. ഇന്ന് ഭക്ഷണം മോശമായതുകൊണ്ടാണ് നമ്മുടെ ഗാനമേള ബുക്ക് ചെയ്തെന്ന്. അതിനകത്തൊരു അപകടം കിടപ്പുണ്ടല്ലോ. എന്താ? പലയിടത്തും ഭക്ഷണം നല്ലതായ കൊണ്ടാണ് നമ്മുടെ ഗാനമേള ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇന്ന് രണ്ടും ചെയ്യുന്ന ലക്ഷണമാണ്. ഭക്ഷണവും ചെയ്യും, ഗാനമേളയും ചെയ്യും. ഞാൻ താമസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയാമല്ലോ. ആയിക്കോട്ടെ, വെള്ളം ഉണ്ടല്ലോ. പിന്നെ താമസിച്ചത് ഞാൻ ചോദിച്ചു. ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചെറുക്കൻ എന്റെ വൈറ്റ് ഷൂ എടുത്തോണ്ട് അങ്ങ് പോയി. ബ്ലാക്ക് ഷൂ ആണ്. ഞാൻ അതിനകത്ത് വെള്ള പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കാണ്. ആ മാവിന്റെ ഒട്ടിയിരുന്ന് ഒട്ടിക്കുന്ന സമയം എടുത്തു. അതാണ് ഞാൻ വരാൻ താമസിച്ചത്. അതാണ് താമസിച്ചത്. പിന്നെ ഭയങ്കര കോമഡിയെ ആ പെണ്ണിന്റെ അച്ഛൻ പറയുവാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രൊഫഷണൽ ഗായകനുണ്ടല്ലോ. അതിനകത്ത് ചിരിക്കാൻ എന്താ ഇത്ര ഉള്ള? പ്രൊഫഷണൽ ഗായകൻ എന്താ സംശയം? ഞാനാണ് പ്രൊഫഷണൽ ഗായകൻ. ഏത് പ്രൊഫഷണൽ ഗായകനാണ്? എന്റെ ആദ്യത്തെ ട്രൂപ്പിന്റെ പേരെന്താണ്? സ്വരലയ സിംഗേഴ്സ് ആണോ? അവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ പേര് മാറ്റി പ്രൊഫഷണൽ സിംഗേഴ്സ് എന്നാക്കി. പ്രൊഫഷണൽ സിംഗേഴ്സിൽ പാടുന്ന ഞാൻ പ്രൊഫഷണൽ ഗായകനല്ലേ? ഉണ്ണി പ്രൊഫഷണൽ ഗായകനല്ലേ? നീ പ്രൊഫഷണൽ സിംഗറി. എല്ലാരും ധൈര്യമായിട്ട് പറഞ്ഞോ, നിങ്ങൾ പ്രൊഫഷണൽ സിംഗേഴ്സ് ആണ്. അതെ, എന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോഴേ ഇനി മുതൽ ഉണ്ണി എന്ന് പറയരുത്. ഉണ്ണി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു ഗുമ്മില്ല. അതായത് അണ്ണൈ അമ്പുരാജ്. നിനക്ക് ഇഷ്ടമുള്ള പേര് എന്ത് വേണേലും എടുത്തു. അണ്ണൈ അമ്പുരാജ്. ആര് ചോദിക്കാനാണോ? ഒരു പ്രശ്നമില്ല. ചുക്കുവെള്ളം കുടിക്കട്ടെ. അത് ചുക്കുവെള്ളം കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ ഒരു ചുക്കും കിട്ടുന്നില്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചുക്കുവെള്ളം കുടിക്കുന്നത്. അതെ, വേറെ കാര്യം. നമ്മൾ രണ്ടുപേരും കൂടെ ഏത് പാട്ടാ പാടുന്നത്? ഞാനേ നമ്മൾ ഏത് പാട്ടാ പാടുന്നത്? നിങ്ങൾ പാട്ട് ഇതുവരെ തീരുമാനിച്ചില്ലേ? അല്ല, പിന്നെ ഇത് വല്ലതും നടക്കോ? ഞാൻ ഫോണിലുണ്ടല്ലോ ആ പാട്ട്. അതൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എത്രയോ പടത്തിൽ പാടിയിട്ടുള്ള ഒരാളാണ്. ആ ആളിനോട് ഇങ്ങനെയാണോ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്? ഏത് പടത്തില്? നിങ്ങൾക്ക് അറിയത്തില്ല? അപ്പൊ ഇല്ല. ഇതുണ്ടോ, ഇതെല്ലാം ഞാൻ പാടിയ പടങ്ങളാണ്. ഇതൊക്കെ ഫോട്ടോസ് അല്ലേ? അതെ, ഞാൻ പാടിയ പടങ്ങളാണ്, പാടിക്കൊണ്ട് നിൽക്കുന്ന പടങ്ങളാണ്. ഇനി ഇന്നത്തെ പടങ്ങളും ഇതിനകത്ത് കയറാനുണ്ട്. അപ്പൊ എത്ര പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു നിസ്സാര ഗായകനല്ല ഞാൻ. കണ്ടോ, ഇതെല്ലാം ഞാൻ പടങ്ങൾ പാടിയ പടങ്ങളുടെ ആൽബമാണ്. ഈ പാട്ടിൽ കുറച്ച് വരികളിൽ ഒരു കുഞ്ഞു ഡൗട്ട് ഉണ്ട്. ഹലോ കോവേ റാണി, ഞാൻ ഒരു കാര്യം പറയട്ടെ. കോവേ റാണി അല്ല, എന്റെ പേര് മാറ്റണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ഗാനമേളയ്ക്ക് നീ നോക്കി പാടിയാ മതി. ഞാൻ നോക്കി പാടത്തില്ല. ഞാൻ എപ്പ തെറ്റിച്ച്? നീ ആദ്യം പാടുന്ന പാട്ട് ഏതാണ് സാധാരണ?
മറ്റേ പിന്നെ ഓർമ്മയിലൊരു ശിശിരം. ആ ഓർമ്മയിൽ ഒരു ശിശിര ഇപ്പൊ കറക്റ്റ് ആണ്. ഇപ്പോൾ പാടുമ്പോ എങ്ങനെയാണെന്നറിയോ? ഓർമ്മയിൽ ഒരു സുശീരം എന്നാണ് നീ പാടി. അയ്യോ അയ്യോ അതൊരു വാക്കല്ലേ തെറ്റിയുള്ളൂ, ഒരു വാക്ക്. ആ നിങ്ങളും അത്ര മോശമൊന്നുമല്ല. ഞാൻ എന്തോ നിങ്ങൾ കഴിഞ്ഞ സ്റ്റേയിൽ എന്തോ പാടിയത്? ഞാൻ എന്താ പാടി? കുട്ടനാടൻ പൂജയിലെ കൊച്ചു പെണ്ണെ കുഴിയാളെ പുട്ടു വേണം, പഴം വേണം, പയറും വേണം. അതെ. അങ്ങനെ നീ പാടിയത്? എന്റെ ചുക്ക് പോയി. ഞാൻ അങ്ങനെ പാടിയാൽ എന്താണ് തെറ്റ്? ആ പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് പുട്ടും പഴവും പയറും കിട്ടിയായിരുന്നോ? അത് കിട്ടി. അത് ഞാൻ അങ്ങനെ പാടിയതുകൊണ്ടാ കിട്ടിയത്. നീ അതെന്തിനാ അങ്ങനെ പാടണത്? പാടിക്കൊണ്ടിരുന്നപ്പോ ആ ബോക്സിന്റെ സൈഡിൽ നിന്നിട്ട് കമന്റുകാര് കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പുട്ടു വേണം, പഴം വേണം, പയറും വേണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി തൊട്ട് നമുക്ക് ഈ കരൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഓർക്കസ്ട്ര ആക്കിയാല. ഞാൻ ട്രാക്ക് ഇട്ട് പാടും. ട്രാക്കാണ് സേഫ്. ട്രാക്കിനേക്കാൾ നല്ലത് ലൈവ് ആണെന്ന്. ഓർക്കസ്ട്ര ആകുമ്പോൾ ഒരു സുഖമുണ്ട്. എന്റെ ഉണ്ണി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഗാനമേള അഥവാ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്ര ഗാനമേളയാണ് ഇതെല്ലാം വാരി വലിച്ചുകൊണ്ട് വേണം ഓടാൻ. ഗിറ്റാർ എടുത്തോണ്ട് ഓടുവാന്ന് വിചാരിക്കുക. ഈ കേബിളിൽ പിടിച്ച് വലിച്ചാൽ അവൻ ഇവിടെ തന്നെ വരും തിരിച്ച്. നേരെ മറിച്ച് ട്രാക്ക് ഗാനമേളയാണെങ്കിൽ ഞാൻ പാടുന്നു, പരിപാടി പൊളിയുന്നു, ഞാൻ ഓടുന്ന ട്രാക്കിൽ നിങ്ങളും അങ്ങ് വന്നാ മതി. രക്ഷപ്പെട്ടില്ലേ? അപകടം വിളിച്ചു വരുത്താതെ. ഇപ്പൊ 2-3 പരിപാടികളായിട്ട് നമ്മുടെ പരിപാടിനെ പറ്റി അത്ര നല്ല അഭിപ്രായം ഇല്ല കേട്ടാ. എവിടെ അഭിപ്രായം ഉള്ളത്? അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അതല്ല, എല്ലാരും പറയുന്നത് എന്താണെന്നറിയോ? ഈ തുടക്കത്തിലുള്ള അനൗൺസ്മെന്റ്, ആ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ആരാണ് അവരെ അങ്ങ് മാറ്റണമെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഈ തയ്യാറായിക്കൊണ്ട് വന്ന അനൗൺസ്മെന്റ് ഒക്കെ അയ്യോ, പിന്നെ തയ്യാറായിക്കൊണ്ട് വന്നോ? പിന്നെ ഇന്നത്തെ ഗാനമേളയ്ക്ക് ഞാൻ ഒരുപാട് അനൗൺസ്മെന്റ് ഞാൻ തയ്യാറായിക്കൊണ്ട് വന്നില്ല. നമ്മുടെ ലിസ്റ്റ് ഏതൊക്കെയാണോ? ഫസ്റ്റ് പാടുന്നത് രാജേട്ടനല്ലേ, മധുരം ജീവാമൃതം. മധുരം ജീവാമൃതം. അതിന്റെ അനൗൺസ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സസ്, അടുത്ത ഗാനം ആരംഭിക്കുകയാണ്. ചെങ്കോല നേതൃത്വത്തിലെ മധുരം ജീവാമൃതം എന്ന ഷുഗർ കണ്ടന്റ് ഗാനവും ആലപിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ പാട്ടിന് വേണ്ട കേട്ടോ. എന്താ നിന്റെ പാട്ട്? എന്റെ പാട്ട് പിന്നെ കറുത്ത പെണ്ണെ നിന്നെ കാണാൻ തരാം. അതിന് ഞാൻ വെറൈറ്റി എഴുതിയിട്ടുണ്ടല്ലോ. തേമാൻ കുമ്പത്ത് നിന്ന് പ്രിയദർശൻ ചിത്രത്തിൽ നിന്നും കറുത്ത പെണ്ണെ എന്ന് തുടങ്ങുന്ന ബോഡി ഷേമിംഗ് ഗാനവുമായി. അതെ, ഞാൻ പാടുന്ന പാട്ടിന് അനൗൺസ്മെന്റ് വേണ്ട. നീ ഏത് പാട്ടാ പാടുന്നേ? എന്നെ തല്ലേണ്ട മാമ, ഞാൻ നന്നാവൂല. അതിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലെ എന്നെ തല്ലേണ്ട മാമ, ഞാൻ നന്നാവൂല എന്ന മെനകൃതി വിളച്ചിൽ ഗാനവുമായി അന്നൈ അമ്പുരാജ്. ഇങ്ങ വന്നേ. പിന്നെ നമ്മുടെ കല്യാണം മഞ്ഞ മയമാണല്ലോ. അപ്പൊ അത് വെച്ചൊരു പാട്ട് കീച്ചണം. ഹൽദി പാട്ടോ? ഹൽദി ഹൽദി. അപ്പം അതിന് വേണ്ട ഏകദേശം വരുന്ന ഒരു പാട്ട് വരെ. ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. എന്നാലും എനിക്ക് അതൊരു വിഷയമല്ല. എപ്പോ ആവശ്യപ്പെട്ടാലും ഞാനത് പാടും. രാജേട്ടൻ പാടും. ഓക്കെ, റെഡി, പിടിച്ചോളൂ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഇല്ല, മഞ്ഞ എവിടെ? മഞ്ഞയില്ലേ? ഇല്ല. തുടക്കം തന്നെ മഞ്ഞയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏത്? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, അതിൽ മഞ്ഞില്ല. വരും, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, ഇല്ലല്ലോ, യെല്ലോ 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 മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അതിലെല്ലോ ഇല്ലല്ലോ. ആ ഈച്ച മഞ്ഞയാണ്. ചകോരി. ഇങ്ങനെയും പുഴുങ്ങിയ രക്ഷകർത്താക്കളുണ്ടോ? നീ ഒന്ന് അടങ്ങണ, ഞാൻ പറയാ. പിന്നെ ഞാൻ പറഞ്ഞോളാം. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് പിന്നെയും വരുവാണ്. എന്താണ്? എന്റെ മോനാണ്. അവൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ അവന് ഈ വേടന്റെ പാട്ട് പാടണമെന്നൊരു ആഗ്രഹം അവന്റെ കൂട്ടുകാർക്ക്. അതൊക്കെ ഇപ്പോഴും ട്രെൻഡാണോ ഇവിടെ? പിന്നെ അതല്ല ഇപ്പൊ ട്രെൻഡ് ആണല്ലേ? പിന്നെ വേടന്റെ പാട്ടാണ് ട്രെൻഡ്. ഓക്കെ, മോന്റെ ഇഷ്ടപ്രകാരം അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യാം, ഞാനത് ചെയ്തിരിക്കും. എന്താ പേര്? സ്ക്രിപ്റ്റിലില്ലായിരുന്നില്ലേ? നീ പേടിക്കണ്ട, വേടന്റെ പാട്ട് പാടിയിരിക്കും. മോന് വേണ്ടിയുള്ളതാണ്. വേടൻ വരുന്നേ, കാടൻ വരുന്നേ, കൂടൊരു മാടനുണ്ടേ, കൂട്ടരും കൂടെയുണ്ടേ. വേടൻ വരുന്നേ, കാടൻ വരുന്നേ, കൂടൊരു മാടനുണ്ടേ, കൂട്ടരും കൂടെയുണ്ടേ.
ഈ വേടനല്ല, ഇതും വേടനാണ്. അല്ല പോപ്പ് സിംഗർ വേടൻ. പുള്ളിയുടെ പാട്ടാണ്. അത് തെളിച്ച് പറയണ്ട സാർ. സാർ ഇങ്ങനെ വേഷഭൂഷാദികളായിട്ട് നടന്നിട്ട് കാര്യമല്ല, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം കേട്ടാ. ഈ മാല എടുത്ത് അകത്തിട, അല്ലെങ്കിൽ പൊങ്ങച്ചക്കാരനാന്ന് പറയും. ഓക്കെ ഓക്കെ, അത് നേരത്തെ പറയണ്ടായിരുന്നു. മലമേട്ടിൽ കുടിയിരിക്കും തേവരേ, എല്ലാം പൊയ്യണല്ലോ തേവരേ. മലമേട്ടിൽ കുടിയിരിക്കും തേവരേ, നിന്റെ തിണയെല്ലാം കാത്തിടണേ തേവരേ. അതായത് ഒരു വേടൻ തന്റെ കൃഷി സ്ഥലത്ത് പന്നികൾ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഭഗവാനെ വിളിച്ച് പാടിയ പാട്ടാണ്. ഇതിലും ഭേദം ആ പഴയ ഭക്ഷണം തന്നെ കൊടുക്കലായിരുന്നു. ദൈവമേ, എന്തെങ്കിലും കാണിക്കും. ഇതല്ല വേടന്റെ പാട്ട്. മോനെ, ഞാൻ നേരിട്ട് നിന്നെ ഹലോ, മോനെ ഏത് പാട്ടിന്റെ കാര്യമാണ് നിങ്ങൾ പറയട്ടെ. സാർ ഉദ്ദേശിക്കുന്ന പാട്ട് മറ്റേ ആവേശത്തിലാണോ അതോ മഞ്ഞുമേൽ ബോയ്സിലെ? മഞ്ഞുമൽ ബോയ്സിലെ ആ പാട്ടാ? അത് പാടി. പ്രിയ ശ്രോതാക്കളെ, ഇതുവരെയുള്ള ഗാനങ്ങൾക്ക് പ്രോത്സാഹനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് മഞ്ഞുമൽ ബോയ്സില് മന്ത്രതന്ത്ര കുന്ത്രതന്ത്രം ഒന്നും അറിയില്ല എന്ന കൂടോത്രകാരത്തിന് ശബ്ദം നൽകുന്നു അന്നയ്യ അച്ഛനൻ. നീയാണ് പാടുന്നത്. പിന്നെ എനിക്കിതെങ്ങനെ അറിയാമോ? ആണുങ്ങൾ പാടുന്ന പാട്ട് എനിക്ക് ആണുങ്ങൾ പാടുന്ന പാട്ട് പെണ്ണുങ്ങൾക്കും പാടാം. പാട് പാട് നോക്കി പാടാ. നോക്കി പാടാൻ അറിയാമായിരുന്നെങ്കിൽ എന്നെ പാടി. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കല്ല് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കല്ല് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കല്ല് കള്ളമൊന്നും പറയില്ലടാ. ബാക്കിയൊന്നും എനിക്ക് അറിയില്ല. ബാക്കിയൊന്നും എനിക്ക് അറിയില്ലടാ. അടിക്കോ. വരി മറന്നു പോകുമ്പം ഓഡിയൻസിന്റെ അടുക്കോട്ട് മൈക്ക് നിർത്തുന്ന ആ പരിപാടി നിർത്തണം. ഇങ്ങനെ പറഞ്ഞു. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു, പാട്ടല്ലേ? അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സിനിമാ നടൻ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആര്? സിനിമാ നടൻ നോബി. നാഭിയോ? ഏത് നാഭി? നാഭിയല്ല, നോബി. നോബി ഒരുപാട് മാംസമുള്ള ഒരു പ്രശ്നമല്ലേ? ആരാ പറയുന്നത്? നോബിക്ക് വേണ്ടി പാട്ട് വേണം. നോബിക്ക് പാടണോ? ഇതാരും വന്നായിരുന്നു. പാടണോന്ന് പറഞ്ഞായിരുന്നോ? ആ ഒരു പാട്ട് വേണം. പാടിക്കോ ഞങ്ങൾ രക്ഷപ്പെട്ടു. പാടിക്കോ, നമുക്ക് റെസ്റ്റ് എടുക്കാം. വന്ന് കാണിക്കോ, വാ. പാട്. അതല്ല, രാജൻ ചേട്ടൻ പാടണം. ഏത് പാട്ടാണാവോ? ചേട്ടന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കലാണ് കൂടുതലായിട്ട് താല്പര്യം. അപ്പൊ ഈ ലാലേട്ടന്റെ രാമകഥ എന്ന പാട്ടില്ലേ, രാമകഥ, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് പാട് ഞങ്ങൾക്കും ഇഷ്ടമാണ്. പാടത് പാട്. ഞാനല്ല, രാജൻ ചേട്ടൻ പാടണം. അത് ഭയങ്കര ഞാൻ പാടണോ? കേക്കണം അത്. പ്രിയ സോസ്, ഇതുവരെയുള്ള പ്രോത്സാഹനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത കാലത്തിലേക്ക് കടക്കാണ്. നോബി എന്ന വിശ്വവിഖ്യാത സിനിമ നടൻ ആവശ്യപ്പെട്ട കാലത്ത് ഭരതം എന്ന ചിത്രത്തിലെ രാമകഥ എന്ന് തുടങ്ങുന്ന ഗാനം റെക്കോർഡിംഗ് വേളയിൽ പാടിക്കഴിഞ്ഞ കണ്ണും തലം കറയിരുന്ന യേശുദാസ് ഇത് ആ ഗാനത്തിന് വളരെ ഈസിയായി ശബ്ദം നൽകുന്നു. രാജൻ. രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗേതം പാടുകയായി ഹേ രാമാ. ഇന്ദ്രധനുസുകൾ മീട്ടി ദേവകളാദി നാമ ഗംഗയാടി. നോബി ഗാനം ആവശ്യപ്പെടുന്നത് സത്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. ഇത് കൈതപ്പുറം രവീന്ദ്രൻ മാഷിന്റെ ഒരു മനോഹരമായ കോമ്പോസിഷനാണ്. അദ്ദേഹത്തിന്റെ ആ സംഗീത ബോധത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് എത്ര സംഗീത അപാരമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ മനോഹര ഗാനം അദ്ദേഹം സെലക്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മനസ്സ്, സംഗീതത്തിലുള്ള അഭിനിവേശം, അതാണ് ഈ ഗാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് കാണുന്ന ഒരു പ്രത്യേകത. ഒരുപാട് കാര്യങ്ങൾ ഈ ഗാനത്തിന് നമുക്ക് നൊസ്റ്റാൾജിയായി തരുന്നുണ്ട്. രാമ ഒരു
വിളിക്കുന്നു പെട്ടെന്ന്. വേണ്ട, സ്റ്റേജിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു രാജേട്ടൻ്റെ ആഗ്രഹം. അതിങ്ങനെ അങ്ങ് നടക്കട്ടെ. ആംബുലൻസ് വിളിക്കടാ. പറയുമ്പോ അങ്ങനെ പലതും പറയും. പോയി ആംബുലൻസ് വിളിച്ചോണ്ട് പോടാ.